നീ വണ്ടി ആണാണോ പെണ്ണാണോ നോക്കണോടാ? വണ്ടി ഓടിക്കണേ? നീ അടിക്ക് നോക്കിയ സമയത്തൊന്ന് തോളെ താങ്ങിട്ട് ഞാൻ വലിച്ച് കരക്കിട്ടേനെ. പിന്നെ നിനക്ക് പറഞ്ഞൂടായിരുന്നു പ്രാന്ത വരട്ടെ പറഞ്ഞല്ലേ? നീ വരട്ടെ എന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇത് വണ്ടി എടുക്കാൻ വരട്ടെ, കുഴിയുണ്ടെന്ന്. നിനക്ക് വണ്ടിയും ഡ്രൈവിംഗിനെ കുറിച്ച് എന്തറിയാം? ഒന്നാമത് വലത്തോട്ട് ഇന്ത്യ ഇട്ടിട്ട് ഇടത്തേക്ക് ഓടിക്കണം. റൂട്ട് നോക്കിയാൽ മതി കേട്ടാ. എന്തുട്ടത് അജി മോളെടുത്ത് കുഴിയിലിട്ടൂലേ? നിനക്ക് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റൂ? നീ എത്ര അടിച്ചിട്ടുണ്ട്? അതിനിതൊക്കെ ആരെണ്ണെന്ന് ആ കുടിക്കാത്ത ആരെങ്കിലും കിട്ടും സജീവ? അല്ല, നമുക്കിത് ജസ്റ്റ് ഒന്ന് തോളി താങ്ങിയല്ലേ വലിച്ച് കരക്കണം. ആരെ വിളിക്ക്. സനു കുടിച്ചിട്ടില്ല. അവനെ വിളിക്ക്. അവന് ലൈസൻസ് ഒന്നുമില്ല. ലൈസൻസ് ഒക്കെ അവൻ എന്റെ കൂടെ ടിപ്പറിലുണ്ടായിരുന്നല്ലേ? വിളിക്കവനെ. ഈ ലൈസൻസ് ഒരു കാര്യം ചെയ്യും, നമ്മൾ 3 പേരല്ലേ, 3 പേർക്ക് കൂടി ആ ഉണ്ണിളിയാ, ഞാനേ ഇവിടെ ഒരു പടിഞ്ഞാറേപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോ അങ്ങനെ വരോ? എന്താ നടക്കണത്? ഒന്നും പറയണ്ട, അത് വലിയ കഥയാണ്. ഞാൻ അമ്മക്ക് ചെറുതായിട്ടൊരു മോട്ടിവേഷൻ കൊടുത്തേണ്, എന്നെ വഴിയിലിറക്കി വിട്ട്. നീ അവിടെ തന്നെ നിന്നോട്ടാ. 3-3.5 മിനിറ്റ്. ഞാൻ തോളെ കയറ്റിട്ടുണ്ട്. സജീവാ, അത് നടക്കില്ല. ചെക്ക വരട്ടെ. അളിയൊന്ന് കൈവച്ചാൽ സമയ സമയത്ത് അവരൊക്കെ ഓണം തണ്ടിക്കാൻ നിൽക്കും. അച്ഛാ ഞാൻ വണ്ടി എടുക്ക. നമ്മുടെ പെങ്ങളുടെ പേരിലുള്ള വണ്ടിയാണ്. സൂക്ഷിച്ചൊക്കെ ഓടിക്കണോട്ടാ. മതി മതി. ഓണാക്കടാ. അനിയ ബാക്കിൽ ഒരു ഊട് വെച്ച. ഇതിനി മുന്നോട്ട് പോകാൻ തോന്നില്ല ചേട്ടാ. ചാവി കേറുന്നില്ല. നീ വന്നിട്ടെ. കണ്ടാ കേറുന്നില്ല. കള്ളുടിച്ചോണ്ടാ നീ? ഏയ് കള്ളുടിച്ചില്ലേ? കൊറച്ച് ബീർ കഴിച്ചിട്ടുണ്ട്, കൊറച്ചുള്ളു. എന്തോരം? ഉല്ലാസ 2 രൂപ 3 രൂപ. നോണ പറഞ്ഞ നാട്ടക്കവൻ. ഓടാ. സജീവ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടാ ഈ പഞ്ചായത്തില്? ദേവന്നല്ലോ മറ്റേ ആള്. മനോജേട്ടനാ. രാത്രി തേങ്ങ മോഷണം. ലേറ്റായി കളിയാ? നീ കറക്റ്റ് ടൈമിൽ വന്നിട്ട്. ഇതെന്താ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്? നീ അത് കണ്ടിട്ടെ. നമുക്ക് അമ്പിളി വീട് വരുന്ന പോണം. ഓ മനോജ്, നീ എപ്പോ വരാന്നോട്ട് പോയേ? ചെന്തെങ്ങിന്റെ കൊല കിട്ടേണ്ട കളിയാ? നിന്റെ അവിടേക്ക് ഇതാ ചെന്തങ്ങ്. ആ നീ വണ്ടി എടുത്തേ. ഓ വന്നേ, ആ സൈക്കിൾ നടത്ത് മാറ്റി വെച്ച് കേറ്. പിടിക്കടാ, ബാഗിൽ പിടിക്കും. എന്റെ പുത്തങ്കാവിലമ്മേ. എങ്ങനെയാ, ഡെയിലി അടിയുണ്ടോ? ആ പലപ്പോഴും. ഇത് നല്ല പവറുള്ള സാധനമാണെന്ന് തോന്നണ്ടല്ലേ? എടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരൊറ്റ പെക്കടിച്ചു കഴിഞ്ഞാൽ ഒരു 2-2.5 പെക്കടിക്കുന്നതിന്റെ ഒരു എഫക്റ്റാ. പെട്ടെന്ന് അയ്യോ, അടുത്ത മാറണം. 3-4 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കിടക്കും. അളിയൻ സാഗറേ, അളിയ ഞാനിത് ലൂബിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുക. നമുക്ക് അടിക്കണ്ടേ? എന്തൊട്ട് സാധനം നീ കൊണ്ടേ? അടിപൊളിയായിരുന്നല്ലേ ഈ കല്യാണ വീട്ടിലെ സമാധാനം കളഞ്ഞിട്ടാ. എപ്പോ? അതിന്റെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ പോണേ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ടാ. അന്ന് അളിയൻ പോയിട്ട് വന്നിട്ട് നമുക്ക് അടിക്കാം. അടിക്കണല്ലേ? അളിയ വാളിയാ, ഇപ്പൊ തന്നെ സമയം. കുടുംബം ഉണ്ടാക്കണോട്ടാ, ശ്രദ്ധിച്ചോ. നീ വാളിയാ, നീ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് അല്ല ഞാൻ വരണ്ടേ? അല്ല ഞാൻ ബാക്കി കയറാം. സജീവേട്ടാ, നിങ്ങളെ തേങ്ങ എടുത്ത് ചമ്മന്തി അടിച്ചോ. നമുക്ക് രാവിലെ സജീവ, എന്താ പ്രശ്നം? നീ കൊണ്ടുവന്ന സാധനം തന്നെ കൊള്ളാട്ടാ. ഷോ, ട്രിപ്പ് മിസ്സായല്ലോ. നീ സിംഗറിന്റെ കരിക്കും കൂട്ടി പറഞ്ഞ അടിക്കാം. അവന്മാരെ സാധനം അടിച്ച് തീർത്തെന്ന് തോന്നുന്നു. അതാണ് ഈ പ്രശ്നമല്ല. വീര്യം കൂടിയ സാധനം അടിച്ച് എല്ലാവർക്കും വട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും തീർന്നല്ലേ? എന്റെ പൊന്നേട്ടാ, ഞാൻ ആ പിള്ളേരുടെ അടുത്ത് മര്യാദക്ക് അടിച്ചിട്ടിരുന്നല്ലേ? ഇപ്പൊ അതുമില്ല ഇതുമില്ല. ഇപ്പൊ വേറെ എങ്ങനെയാലും സംഘടിപ്പിക്കാനാ. പിന്നെ ഈ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ? എവിടെ നിന്ന് കിട്ടാൻ? നീ ഒന്ന് അടങ്ങിക്കേ. നീ ഓസിന് മൂഞ്ഞാൻ വന്നവനല്ലേ? അല്ലാതെ വേറൊന്നും അല്ലല്ലോ. അല്ല. ഈ ബിവറേജൊക്കെ എന്തിനാണോ രാത്രി 9 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്? എന്താ അമ്മയുടെ പ്രശ്നം? അമ്മയുടെ പ്രശ്നമൊക്കെ ഞാൻ പറയാ. 3.5 മിനിറ്റ് അല്ലേ പറ്റിച്ച്. പിന്നെ വരുന്നില്ലേ? തലയിൽ കൂടി ചാടിക്കയറാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങാണ്ട് പണ്ടാറും സെറ്റിക്കായി കഴിഞ്ഞാൽ അവള് സുൽത്താസിന് കെട്ടും. നീ വരുന്നുണ്ടോ? ആ
ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട. എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. അമ്മ അതല്ല, നമ്മൾ അവിടെ ചെന്നിട്ട് ഇവൾ അവനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, വരണ്ടാന്നേ. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവല്ലോ. നമ്മളെ അവളെ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് തിരിച്ചു പോരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരോമലിന്റെ കാര്യം ആലോചിക്കണ്ടേ? എടി, വേറെ ഒരുത്തനെ മനസ്സിലുകൊണ്ട് നടക്കുന്ന ഒരുത്തിയുടെ കൂടെയാണോ എന്റെ മോൻ ഇനി ജീവിക്കേണ്ടത്? പറ. അതല്ല, എന്നാലും അതെ, എന്റെ മോനെ ഇവള് പോയ വേറെ പെണ്ണിനെ കിട്ടു. അത്രേ ഉള്ളൂ. അമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവനെ തല്ലണം, അവൻ എന്നെ ചതിച്ചു. എടി കൊച്ചേ, നീ കൊറേ നേരെ ചതിച്ചു ചതിച്ചു എന്ന് പറയാൻ തുടങ്ങിട്ട്. അവളോള് സുജിത്ത് വാസു. അമ്മ വെറുതെ ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യും, വണ്ടി അങ്ങോട്ട് ഒതുക്ക്. വണ്ടി ഒതുക്ക്, വണ്ടി ഒതുക്കുന്നേ. ഒതുക്കമ്മേ വണ്ടി. അമ്പിളി, നീ കാര്യങ്ങൾ ഞങ്ങളോട് കൃത്യമായിട്ട് പറ. അവൻ ചതിച്ചു ഇവൻ ചതിച്ചു എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്താ നടന്നേന്ന് പറ. പറയാം, പക്ഷെ ചിലപ്പോ പറഞ്ഞു തീരുമ്പോ ഒന്ന് നേരം വെളുക്കും. കുഴപ്പമുണ്ടോ? നീ ആ നടന്ന കാര്യം എന്താന്ന് മാത്രം ഒന്ന് ചുരുക്കി പറ. പറയാം. ഞങ്ങൾ ഇഷ്ടത്തിലായിട്ട് ഏകദേശം ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഒരു ദിവസം അവൻ എന്നെ ഫോൺ ചെയ്തു. ആ പറ സുജി. എവിടെയത്? ഞാനേ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്. ഇവിടെയോ? നിന്റെ വീടിന്റെ ബാൽക്കണി ഇതന്നല്ലേ? അയ്യോ, പതുക്കെ വന്നാ മതി. എവിടെ എവിടെ? അയ്യോ എടാ, എന്തെവിടെ? ആൾക്കാരും എല്ലാം കാണും. ഒന്ന് പോ. പെട്ടെന്ന് താഴേക്ക് വാ, സംസാരിച്ചിട്ട് പോവാ. എടാ, വീട്ടുകാരൊന്നും ഉറങ്ങിയിട്ടില്ല. നീ എന്താ പരിപാടിയെ കാണിക്കുന്നേ? ഇത്ര പേരെ വന്നല്ലേ, ഒന്ന് സംസാരിച്ചിട്ട് പോവാ. താഴേക്ക് പാടോ. എന്തിനാ? ഒന്ന് വാടോ. ഞാൻ അവിടെ പുറകിലുണ്ടാവും, നീ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ പയ്യെ പയ്യെ അടുക്കള വാതില് വഴി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീടിന്റെ പുറകിലൊരു ചായപ്പില്ലേ, കണ്ടിട്ടില്ലേ ചായപ്പ്? അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. എന്താ? സംസാരിക്കാം. വേണ്ട, ഇവിടെ ആൾക്കാർ കാണും. എടാ, എന്താണ്? അച്ഛനമ്മയെന്ന് ഉറങ്ങിയിട്ടില്ല, എവിടുന്ന് വേഗം പോണം. ഇവിടെ ഇനി ആരും വരാനൊന്നും പോകുന്നില്ല. എടാ, കാര്യം പറ നീ. കാര്യം എന്തൊന്നും അറിയാത്ത പോലെ. ഓ, താൻ വരില്ലാന്ന് ഞാൻ വിചാരിച്ച. എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നോട് എത്ര കാലമായിട്ട് ഞാൻ റൂം വയ്ക്കണേ. എടാ, എന്തൊരു ശബ്ദം കേട്ടില്ലേ നീ? കണ്ടില്ല നീ? ഏയ്, അവിടെ നിന്ന് ആരുമില്ല. സുജിത്ത്, എനിക്ക് പേടിയാവുന്നു. ഞാൻ പോയി നോക്കാം. അയ്യോ പോലെ, എനിക്ക് പേടിയാവുന്നു. കുഴപ്പമില്ലടി, ഞാൻ നോക്കാം. എന്റെ കാര്യം എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, ഇവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ടതാ. നോക്ക്. ഇതാണ് പരിപാടി അല്ലേ? ഒന്ന് വേഗം വാ. എന്തൊരു ബഹളം കേട്ട്? ഞാനും കേട്ടു. അല്ല, നീ എന്താ ഇവിടെ? ഞാനും ബഹളം കേട്ടു. നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാം. വാ അളിയാപ്പോ വണ്ടി അതവിടെ ഇരിക്കട്ടെ. വാ.
ആ തന്നപ്പടി വരുന്നുണ്ടല്ലോ. ആ എല്ലാവരും ഉണ്ടോ? ഈ പാതിരാത്രി നേരത്തെ ഇവളുടെ അടുത്ത് ഒരുത്തൻ ഇറങ്ങി ഓടിട്ടുള്ളൂ. ഇപ്പൊ സുധേട്ടോ എല്ലാം അറിയുന്നുണ്ടാ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ല എനിക്കൊരു സംശയം. നിന്നോട് ആരെങ്കിലും ഈ മുറിയിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോടി? കണ്ടാ പറയാൻ എന്താ നിന്നെ നാക്കിറങ്ങിപ്പോയോ? അന്ന് അവിടെ കൂടിയ നാട്ടുകാരുടെ കൂട്ടത്തിൽ അവനെ കണ്ടത് അതെനിക്കൊരു ഷോക്കായിരുന്നു. അവനൊന്നും മിണ്ടാതെ ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് പോയി. അവൻ പോയി അങ്ങ് ദൂരെ പോയി. ഇതുപോലൊരു ഊളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.